Tintu and you are watching your Tintu's life. അപ്പം നമ്മൾ ഇപ്പം സൗദി അറേബ്യയിലുള്ള കോർണിഷിലാണുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലൂടെ ഞാൻ ആക്ച്വലി നമ്മളുടെ ക്രിസ്മസിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ക്രിസ്മസ് ക്രിബ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ക്രിസ്മസ് എന്ന് പറയുമ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം പുൽക്കൂട് അല്ലേ. അപ്പം ഇന്ന് നമ്മളൊരു പുൽക്കൂട് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വേസ്റ്റ് പേപ്പേഴ്സ് തന്നെ നമ്മളിവിടെ റോൾസ് ആക്കിയിട്ട് റൗണ്ട് ആക്കിയിട്ട് നമ്മളിവിടെ ഒരു കാർഡ് ബോർഡിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംറ്റി ആയിട്ടുള്ള ബോക്സസ് ആണ്. നമ്മളിവിടെ ഷൂ ബോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് പ്ലാറ്റ്ഫോംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ മുക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പുൽക്കൂടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തവണ നമ്മൾ ഒരു മൗണ്ടൻ സെറ്റപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ബ്ലാക്ക് സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് നമ്മുടെ മല ഇവിടെ അടിപൊളിയായിട്ട് സ്പ്രേ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് തിളങ്ങുന്ന, അതായത് കുറച്ച് ഷൈനിങ് ഉള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഷൈനിങ്ങും അതേപോലെ തന്നെ ഷൈനിങ് ഇല്ലാത്തതും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മൗണ്ടൻ്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മളുടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മല മൊത്തം നമ്മളൊന്ന് സ്പ്രേ പെയിൻറ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മളുടെ മൗണ്ടൻ സെറ്റപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ അവിടെ തന്നെ ലീവ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് വീടിൻ്റെ ഒരു കോർണർ പോർഷനിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടിന്യൂസ് ഫീലിംഗ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് പേപ്പർ ബോൾസ് അവിടെ നമുക്ക് വീണ്ടും ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ട് അതും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രേ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മൗണ്ടൻ സെറ്റപ്പ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആക്ച്വലി നമ്മുടെ മൗണ്ടൻ സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട്. അതിലായിരിക്കും നമ്മുടെ പുൽക്കൂട് ഫൈനൽ ലുക്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലെസ് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണിത്. കാരണം നമുക്കിതിലാകെ ഒരു സ്പ്രേ പെയിൻറ്റും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ പുറത്തുനിന്ന് വാങ്ങേണ്ടതായി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ഈ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇടുമ്പം തീർച്ചയായിട്ടും നിങ്ങളത് കാണാനായിട്ട് മറക്കുകയും ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. എങ്ങനെയാണ് നമ്മുടെ പുൽക്കൂട് ഇരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു നല്ല ഔട്ട്കമായി വന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും. അപ്പോൾ നിങ്ങൾക്കും അത് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഞാനൊരു ക്രിസ്മസ് സോങ് ഒക്കെ പാടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ stay tuned.